3 വർഷം മുന്നേ ഫെബ്രുവരി 24-നായിരുന്നു അമ്മയുടെ അമ്മയും ഞങ്ങളുടെ അമ്മാമ്മയായ ഞങ്ങളുടെ നളിനി ഞങ്ങളെ വിട്ട് പോയത്. അപ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ 3 വർഷമായിട്ട് അമ്മ ആണ്ടിന് നമ്മുടെ വീട്ടിനടുത്തുള്ള ഗാന്ധി ഭവനുണ്ട്, അവിടെ കൊണ്ടുപോയി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വട്ടം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഈ വട്ടം ഞാൻ അമ്മയോട് ആദ്യമായിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. എനിക്ക് അങ്ങോട്ട് പോകുന്ന വരെയുള്ള എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നില്ല എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്കുണ്ടായൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് അമ്മമാരെയൊക്കെ ഞങ്ങൾ കണ്ടു. എനിക്കതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. പണ്ട് ആദിയുടെ ബർത്ത്ഡേക്ക് ഞാൻ ചിറ്റുമലയുള്ള ഇങ്ങനെ ഒരു വൃദ്ധസദനത്തിൽ പോയിട്ട് ലഡുവും മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അതിനുശേഷം പിന്നീട് ഇന്നായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഭയങ്കര കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ കണ്ടു. അവരുടെ ഒന്നും വീഡിയോ എനിക്ക് അപ്പോൾ എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ തലേന്ന് ഞാനും ഏട്ടനും അമ്മയും കൂടാണ് അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയത്. അപ്പോൾ ഇത് അമ്മാമ്മയുടെ ആണ്ടിൻ്റെ തൊട്ട് തലേ ദിവസമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവിടെ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. പിറ്റേന്ന് ഫെബ്രുവരി 24 അമ്മാമ്മയുടെ ആണ്ട് ദിവസമായിരുന്നു. രാവിലെ അമ്മ വിളക്കുകൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടാണ് ഇന്ന് അങ്ങോട്ട് പോകുന്നത്. കാരണം ഏട്ടന് ജോലിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ദിവസമായിരുന്നു. അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ. അവിടെ ചെന്നപ്പം എന്തായിരുന്നു, എനിക്കൊരു ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിലൊക്കെ കയറിയിരുന്ന് ഒരു അതിഥി എന്ന രീതിയിലിരുന്ന് ഒരു പരിപാടിക്കൊക്കെ ഞാൻ അംഗമാവുന്നത്. എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. മാതാവ് ശ്രീമതി നളിനി അമ്മയുടെ 3ാമത് ഓർമ്മദിനമാണ്. ശ്രീമതി മകളാമണി സഹോദരിയെ ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഒപ്പം മാതാവ് ശ്രീമതി നളിനി അമ്മയുടെ 3ാമത് ഓർമ്മദിനത്തിൽ അമ്മയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നു. അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിലെത്തിയ ശ്രീമതി അനുപമ മരുമകളാണ്. ആ പ്രിയ മകളെയും ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എത്ര പ്രായം ചെന്നാലും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അത് ഒരു വലിയ നഷ്ടമാണെന്ന കാര്യം എനിക്ക് അമ്മയുടെ കണ്ണുകൾ കണ്ടപ്പോൾ അന്ന് മനസ്സിലായി കേട്ടോ. അമ്മാമ്മയുടെ കഴിഞ്ഞ 2 ഓർമ്മദിനത്തിനും എനിക്ക് വരാൻ പറ്റാത്തത് എനിക്ക് ഭയങ്കര ഒരു ദുഃഖമായിട്ടന്ന് തോന്നി കേട്ടോ. അന്ന് രാവിലെയും കൂടി ഞാൻ അമ്മയോട് പറഞ്ഞോളൂ, ഞാൻ വരുന്നില്ല അമ്മ, ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നാത്തൊരവസ്ഥയായിരുന്നു. ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അപ്പം പല കാര്യങ്ങൾ കൊണ്ട് അവിടെ എത്തിപ്പെട്ടവരാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്കതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയതും അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റിയതും അതിൻ്റെ കൂടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയതും ഒക്കെ വലിയ കാര്യങ്ങളായിരുന്നു. അന്ന് ഞങ്ങളെപ്പോലെ തന്നെ വേറെ 4 കുടുംബങ്ങളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ അച്ഛൻ അവരെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ 25ാമത് വിവാഹ വാർഷികം ആഘോഷിക്കാൻ വന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മമാരുടെയൊക്കെ എടുത്ത് പോയി കുറേ നേരം സംസാരിച്ചു. അവരൊക്കെ നമ്മളുടെ വിടത്തില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ചില അമ്മമാരെ കാണാനൊക്കെ നല്ല ഐശ്വര്യമാണ് കേട്ടോ. ചിലരെല്ലാം എല്ലാവരെയും കാണാൻ നല്ല ഐശ്വര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. എനിക്ക് അമ്മമാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു പോളിസി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അമ്മക്കതിന് പറ്റിയില്ല. അപ്പോൾ അച്ഛന്മാരും അമ്മമാരും ഒക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അതിനോടൊപ്പം തന്നെ ഞങ്ങളും ഇവിടെ നിന്ന് കഴിച്ചു കേട്ടോ. നമ്മളെപ്പോഴും നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യണം കേട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് പൈസയുടെ കാര്യങ്ങളൊന്നും അല്ല, ഒരു നേരത്തെ ആഹാരത്തിൻ്റെ കാര്യമെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥന എപ്പോഴും നമ്മളോടൊപ്പം കാണും കേട്ടോ. കാരണം അമ്മമാരുടെ ആ ഒരു ചിരിച്ച മുഖം തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകും. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ കുറച്ച് സങ്കടവും ഒരുപാട് സന്തോഷവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളും നിങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ഇങ്ങനെ ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കാം കേട്ടോ.